بسم الله الرحمن الرحيم. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا وناديناه من جانب الطور الأيمن وقربناه نجيا ووهبنا له من رحمتنا أخاه هارون نبيا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 976 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 51 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ വനാദൈനാഹു മിൻ ജാനിബിത് തൂരിൽ അയ്മൻ وقربناه نجيا ووهبنا له من رحمتنا أخاه هارون نبيا صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 81 മുതൽ 83 വരെയുള്ള ചെറിയ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥത്തില് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ നമ്മൾ 2 ദിവസമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ഉള്ള വിവരണം വരുന്നത്. സംഭവബഹുലമായ കാര്യങ്ങൾ ഈസാ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ മാതാവ് മറിയം റളിയല്ലാഹു അൻഹയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് വിവരിച്ചതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ നാടും പരിസരവും ഒക്കെ വിട്ട് പോകാൻ പലായനം ചെയ്യാൻ കാരണമായ ആ സാഹചര്യം വിവരിക്കപ്പെടുകയായിരുന്നു. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട് ആ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ദ്രോഹങ്ങളും പീഡനങ്ങളും ഒക്കെ കാരണമായിട്ട് അവരിൽ വലിയൊരു സംഘം എത്യോപ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം പശ്ചാത്തലമായിട്ട് അവിടെയുണ്ട്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഇതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തില് ഹിജറ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം പിതാവും നാട്ടുകാരും ഒക്കെ തന്നെ അദ്ദേഹം ദൈവികമായി മാർഗദർശനം ചെയ്യപ്പെട്ട വിധത്തില് സത്യമാർഗം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിന് അദ്ദേഹത്തെ അനുവദിക്കാതെ അവരുടെ പാരമ്പര്യ രീതികളെ പിൻപറ്റാതിരുന്നതിന്റെ പേരിൽ അവരദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. ആ കാര്യങ്ങള് അതിന്റെ ശ്രദ്ധേയമായ വിശദാംശങ്ങളോടുകൂടി നമ്മൾ പിന്നീട് ആയത്തുകളിൽ പഠിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വേദഗ്രന്ഥത്തിൽ മൂസ അലൈഹിസ്സലാമിനെ അനുസ്മരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം തുടങ്ങുന്നത്. വദ്കുർ ഫിൽ കിതാബി മൂസ. അള്ളാഹുവിന്റെ ഈ ദിവ്യഗ്രന്ഥത്തില് മൂസ അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുക. മൂസ അലൈഹിസ്സലാമിനെ നമുക്ക് അനുസ്മരിക്കാം എന്നും അതിനെ നമുക്ക് വായിക്കാവുന്നതാണ്. ഒരു നിർദ്ദേശം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു കൽപ്പനയോ നിർദ്ദേശമൊക്കെ പോലെയുള്ള ഒരു ശൈലിയാണ് ഇതിലുള്ളത്. വദ്കുർ ഫിൽ കിതാബി, പ്രവാചകരെ താങ്കള് ഈ വേദഗ്രന്ഥത്തിൽ അനുസ്മരിക്കുക. മൂസ
മൂസ അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കുക എന്നതാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്ന അർത്ഥം. മറ്റൊരു നിലക്ക് വായിച്ചാൽ ഈ വേദഗ്രന്ഥത്തിൽ നമുക്ക് മൂസ അലൈഹി ഇസ്ലാമിനെയും അനുസ്മരിക്കാം എന്ന് പറയുന്ന പോലെയുള്ള ഒരു കാര്യമാണ് ഇവിടെ കൺവേ ചെയ്യപ്പെടുന്നത്. ഇന്നഹു കാന മുഖ്ലസ, അദ്ദേഹം പ്രത്യേകമാക്കപ്പെട്ടവനായിരുന്നു, മുഖ്ലസ് ആയിരുന്നു. അള്ളാഹു തന്റെ ആവശ്യത്തിനായിട്ട് തെരഞ്ഞെടുത്ത് തന്റെ പ്രത്യേകക്കാരനാക്കി വെച്ച ഒരാളായിരുന്നു മൂസ അലൈഹി ഇസ്ലാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ചരിത്രത്തിലെ വളരെ നിസ്തുലനായ ഒരു പ്രവാചകനാണ് മൂസ അലൈഹി ഇസ്ലാം. ഒരുപക്ഷെ ഇന്നോളം മാനവ ചരിത്രത്തില് പരിചയമുള്ള ഒരു സ്വേച്ഛാധിപതിയും ഒരു ഭരണാധികാരിയും ഒരു അധികാരിയും ഫിറൗനോളം ഭീതി ജനിപ്പിക്കുന്ന, ഫിറൗനെ പോലെ ജനതതികളെ കാൽച്ചുവട്ടില് ചവിട്ടി മെതിച്ചുകൊണ്ടിരുന്ന മറ്റൊരാളും ഉണ്ടായെന്ന് വരില്ല. ചരിത്രത്തിൽ വളരെ തുല്യതയില്ലാത്ത അക്രമങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഫറോവ നിലകൊള്ളുന്നത്. ഈ ഫറോവ ഉയർത്തിയ വെല്ലുവിളി അതിഭീകരമായ നിയമരാഹിത്യവും നീതിയും സത്യവും കാറ്റിൽ പറത്തപ്പെട്ടുകൊണ്ട് സ്വന്തം ഇച്ഛകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്വേച്ഛാധിപതിയായി ഒരു തികഞ്ഞ ഫാഷിസ്റ്റായിട്ട് അധികാരം കൈയാളുകയുണ്ടായ വ്യക്തിയാണ് ഫറോവ. അത്തരം അതിശക്തന്മാരായ ഭരണാധികാരികള് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് എല്ലാവരും കാണിക്കുന്ന ഒരു പ്രവണത ആ ഫാഷിസ്റ്റ് നുഖത്തിനെ അംഗീകരിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് നിലകൊള്ളുക എന്നതാണ്. ലോക ചരിത്രത്തിലുടനീളം ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം കാണാം. ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന അസാധാരണമായ അധികാര വിശേഷങ്ങള് കൈയാളുന്ന തരം ഭരണാധികാരികൾ, അത്തരം ആളുകളുടെ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആ ആധിപത്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ആ ആധിപത്യത്തെ അത് കൈയാളുന്ന ആളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും പ്രീണിപ്പിച്ചുകൊണ്ടും ഒക്കെ അരികുപറ്റി അവരോട് ഒട്ടി നിന്ന് ഗുണം നേടാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. എതിരിട്ടു നിന്നാൽ ഒരു രക്ഷയുമില്ല. ഇപ്പോ ഈ സ്വേച്ഛാധിപതിയോടൊപ്പം അയാളുടെ ഇച്ഛക്കനുസരിച്ച് തുള്ളിക്കൊടുക്കുന്ന ഒരാളായി മാറുകയാണ് തൽക്കാലം തടി കേടാവാതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നല്ലത് എന്ന വിധത്തിലാണ് അല്പം ഭൗതികതയുള്ള അല്പം ദുനിയാമോഹമുള്ള ആളുകളൊക്കെയും തന്നെ ചിന്തിക്കുക. ഒട്ടും വ്യത്യസ്തമല്ലാത്ത വിധത്തിലാണ് ഈജിപ്തില് ഫറോവയുടെ ആ കിരാതമായ സ്വേച്ഛാധിപത്യ ഭരണം, അന റബ്ബുക്കുമുൽ അഅല, നിങ്ങളുടെ ഏറ്റവും സമുന്നതനായ നാഥൻ ഞാനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അവനേക്കാൾ സ്ഥാനം ഉയർന്നു നിൽക്കുന്നത് ഞാനാണ് എന്ന് വരുത്തുന്ന സംസാരം നടത്തിക്കൊണ്ടിരുന്ന ഫിറഔൻ ബനു ഇസ്രായേൽ സമൂഹത്തെ വളരെ കിരാതമായ വിധത്തിലാണ് അടിച്ചമർത്തിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും, നാട്ടിലെ പ്രമാണിമാരും സമ്പന്നരും അധികാരം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഒക്കെ തന്നെ ആ മേലധികാരിയെ അംഗീകരിച്ചുകൊണ്ട് അയാളുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിനു വേണ്ടിയോ നീതിക്ക് വേണ്ടിയോ നിലകൊള്ളുക എന്ന ഒരു നിലപാട് ആളുകളിൽ തീർത്തും ഇല്ലാതായ, എല്ലാവരും ഭയവിഹ്വലരായി ഭീതി പൂണ്ട് കഴിയുന്ന ഒരു കാലം. സമാനമായൊരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ആളുകൾ എളുപ്പത്തില് വിലക്ക് വാങ്ങിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഏത് രാഷ്ട്രീയമുള്ള ആളുകളാണെങ്കിലും ഏത് ആദർശത്തിന്റെ ആളുകളാണെങ്കിലും എളുപ്പത്തിൽ ഫാഷിസത്തിന്റെ പിടിയിൽ അമരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് മതത്തിന്റെ ആളുകളായി നിലകൊള്ളുന്നവരായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ സഞ്ചിയിലേക്ക്, ഈ ഫാഷിസ്റ്റ് മേധാവിയുടെ ആ സഞ്ചിയിലേക്ക് അങ്ങ് വാരിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ആ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തില് ഈജിപ്തിലെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇത്തരം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രംഗത്ത് വന്ന ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായിട്ട് രംഗത്ത് വരാൻ അള്ളാഹു മാർഗദർശനം ചെയ്ത പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. ആ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഇന്നഹു കാന മുഖ്ലസൻ എന്ന്. മുഖ്ലസ് എന്ന് പറഞ്ഞാൽ സ്വകാര്യമാക്കി വെക്കപ്പെട്ടത്, തനിച്ച് സ്വന്തമാക്കിയെടുത്തത് എന്നൊക്കെയാണ് അതിന്റെ ആ പദം സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു പാസീവ് ആക്റ്റീവ് ഫോമില് ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ നിസ്വാർത്ഥമായ, കലർപ്പില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥം അതിന് വരും. ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസിന്റെ പേരില്, ആ പേര് അൽ ഇഖ്ലാസ് എന്ന വാക്കില് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ യാതൊരു കലർപ്പും ഇല്ലാത്ത വിധത്തില് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിന്റെ തൗഹീദിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ ഇഖ്ലാസ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ യാതൊരു കലർപ്പുമില്ലാത്ത, കളങ്കമേശാത്ത, സർവവിധത്തിലും ആബ്സല്യൂട്ടായ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കലാണ് അവിടെ അൽ ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തനിച്ച് സ്വകാര്യമാക്കി വെക്കപ്പെട്ട, ആക്കിയ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. മറ്റൊരാൾക്കും അയാളുടെ മേൽ യാതൊരു പങ്കുമില്ല. പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തി അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു നൽകിയ, അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം ഭയാശങ്കകളൊന്നും കാണിക്കാതെ മറ്റൊരാളുടെയും നടപടിക്രമങ്ങളുടെ പേരില് ഭയപ്പെടാതെ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധനായി ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരനായ ഭരണാധികാരിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണ് മൂസ അലൈഹിസ്സലാം. ആരെ പറഞ്ഞേക്കും എന്നത് വലിയ ഒരു സങ്കീർണമായ ഒരു ചോദ്യമാണ്. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയ ആരുണ്ട് എന്നത്. എന്നാൽ തന്റെ പേരിൽ ഒരു വലിയ ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ, ഒരു കളങ്കം തന്റെ പേരിൽ പലർക്കും ഉന്നയിക്കാൻ പറ്റും എന്നൊരവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. ആ പ്രവാചകനെ, മൂസ അലൈഹിസ്സലാമിനെ, വേട്ടയാടപ്പെട്ട ഒരു സമൂഹത്തിന്റെ, നൂറ്റാണ്ടുകളോളം വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ വിമോചകനായിട്ട് രംഗത്ത് വന്ന പ്രവാചകൻ മൂസ അലൈഹിസ്സലാം. ആ മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥത്തില് അനുസ്മരിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. കാരണം ഇന്നഹു കാന മുഖ്ലസ, നിശ്ചയമായിട്ടും അദ്ദേഹം നമുക്കായിട്ട്, തനിച്ചായിട്ട് ഏറ്റെടുത്തവനായിരുന്നു. നമുക്ക് പ്രത്യേകക്കാരനായിട്ട് സ്വീകരിക്കപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. വകാന റസൂലൻ നബിയ്യ, നബിയായ ഒരു റസൂല് കൂടിയായിരുന്നു അദ്ദേഹം. അള്ളാഹു മുഖലസായിട്ട് തന്റെ ദൗത്യം, തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി തന്റെ പ്രത്യേകക്കാരനായിട്ട് ഏറ്റെടുത്ത വ്യക്തിയാണ് മൂസ അലൈഹിസ്സലാം. അതേപോലെ തന്നെ അദ്ദേഹം വളരെ ഔന്നത്യമുള്ള ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ദൂതനുമാണ്. റസൂൽ, അതുപോലെ നബി,
രണ്ടും വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും സിനണിമസ് ആയ പദങ്ങളായിട്ട് ഉപയോഗിച്ചത് കാണാം, പര്യായ പദങ്ങളായിട്ട്. റസൂൽ എന്നതിനെ നബി എന്ന അർത്ഥത്തിലും നബി എന്നതിനെ റസൂൽ എന്ന നിലക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി ഉപയോഗിക്കാവുന്ന വിധത്തില് റിപ്പീറ്റഡ് ആയിട്ട് പലയിടത്തും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതിനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടും ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ഒരിടത്ത് പറയുന്നത് സൂറത്തുൽ ഹജ്ജിലെ 52-ാമത്തെ ആയത്തില് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല ഒരു റസൂലിനെയും ഒരു നബിയിനെയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം അങ്ങനെ നീണ്ടുപോവുകയാണ്. അവിടെ നബി എന്നതും റസൂൽ എന്നതും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്ന വിധത്തിലാണ്, ഒരേ ദൗത്യത്തിനെ സൂചിപ്പിക്കുന്ന വിധത്തിലല്ല, വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്. ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഒരു നബീനെയും അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു നബിയും ഒരു റസൂലും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് എന്നതാണ്. ഖണ്ഡിതമായിട്ട് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത് ഖുർആൻ വ്യക്തമാക്കുന്നില്ല. ഹദീസുകളിൽ നിന്ന് ചില സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ അമ്പിയാകളുടെ കൂട്ടത്തില് ഏതാനും ചുരുക്കം ചില എണ്ണം ആളുകൾ മാത്രമാണ് മുർസലുകളായിട്ട് അല്ലെങ്കിൽ റസൂലായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. എല്ലാവരും നബിമാരായിരുന്നു. അള്ളാഹുവിന്റെ വിശിഷ്ടമായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മുഴുവൻ ആളുകളെയും വിളിക്കുന്ന പേരാണ് നബി എന്നാണ്. പ്രവാചകൻ എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത്. എന്നാൽ റിസാലത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവര് വ്യത്യസ്തമായിട്ട് കുറഞ്ഞ ആളുകളാണ്. ഒരു ഹദീസിന്റെ സൂചന പ്രകാരം 313 അല്ലെങ്കിൽ 316 ഒക്കെ ആളുകളാണ് റിസാലത്ത് ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന മുർസലുകള് എന്നോ അല്ലെങ്കിൽ റസൂൽ എന്നോ ഒക്കെ പരാമർശിക്കപ്പെട്ടിരുന്ന ആളുകൾ. എന്നാൽ അമ്പിയാകളുടെ എണ്ണം അതേ ഹദീസ് പ്രകാരം 1,24,000 അപ്പൊ 1,24,000 അമ്പിയാകളുടെ കൂട്ടത്തില് 313 അല്ലെങ്കിൽ 316 ആണ് മുർസലുകളുടെ അല്ലെങ്കിൽ റസൂലുമാരുടെ എണ്ണം. അപ്പോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തില് ഈ നബിമാരുടെ കൂട്ടത്തിൽ മുർസലുകളായിട്ട് വ്യതിരക്തത ഉള്ള ആളുകള്, ഈ പരിമിതമായ എണ്ണം ആളുകള്, ഇവര് വ്യത്യസ്തമായ ഒരു ദൗത്യം നിർവഹിക്കുന്ന, വ്യത്യസ്തമായ ഒരു മിഷൻ ഉണ്ടായിരുന്ന, പ്രത്യേകമായ ആദരവും പ്രാധാന്യമുള്ള ഉത്തരവാദിത്വവും ഒക്കെ ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന ആളുകളായിട്ടാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ മൂസ അലൈഹിസ്സലാം ഈ വിധത്തില് വ്യത്യസ്തമായ ഒരു ദൗത്യം നിർവഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു റസൂല് കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ദൂതൻ എന്നതിനപ്പുറം, ഒരു പ്രവാചകൻ എന്നതിനപ്പുറം പ്രത്യേകമായ വിശിഷ്ടമായ ഉന്നതമായ ഒരു ദൗത്യം നിർവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം നബിയും റസൂലുമാണ് എന്ന് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കണിശമായിട്ട് ഈ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത് പറയുക ഖുർആന്റെയോ സുന്നത്തിന്റെയോ അടിസ്ഥാനത്തില് സാധ്യമല്ല. അങ്ങനെ ഖണ്ഡിതമായിട്ട് പറയപ്പെടുന്നില്ല. എന്നാൽ വ്യത്യസ്തമായ ഉന്നതമായ ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട നബിമാരെ റസൂൽ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് പരാമർശിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂസ അലൈഹിസ്സലാമിനെയാണ്
അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥത്തിൽ ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. വേട്ടയാടപ്പെട്ട ഒരു സമൂഹത്തിന്റെ വിമോചകനായിട്ട് രംഗത്ത് വന്ന ആ പ്രവാചകൻ ഈ വേദഗ്രന്ഥത്തില് വിശേഷിച്ച് ഈ ഒരു സന്ദർഭത്തിൽ അനുസ്മരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയിൽ നിരന്തരം അവരുടെ വളരെ അടുത്ത ആളുകളാൽ തന്നെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തില് നമ്മൾ നേരത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അനുസ്മരിച്ച വിധം ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെയും അനുസ്മരിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര സംഭവങ്ങൾ അനുസ്മരിക്കപ്പെടല് ഇതിനോടനുബന്ധിച്ച് ഒരു അനിവാര്യതയാകുന്നു എന്ന പോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഏറെ വിശദമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവബഹുലമായ ദൗത്യ നിർവഹണം അതും ഈ ഒരു സന്ദർഭത്തിൽ അനുസ്മരിക്കേണ്ടതുണ്ട്. അതിന് വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വനാദീനാഹു മിൻ ജാനിബി തൂരിൽ അയ്മൻ. എന്നിട്ട് അതിലെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി മിൻ ജാനിബി തൂരിൽ അയ്മൻ, തൂർ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നിന്ന്. തൂർ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നിന്ന് നാം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ ആ ഒരു സന്ദർഭം, ആ ചരിത്ര സംഭവം അത് വളരെ ശ്രദ്ധേയമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. തൂർ പർവ്വതത്തിന്റെ ഐമൻ, വലതുഭാഗം. അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമായിട്ട് ബന്ധപ്പെടുത്താതെ ആപേക്ഷികമായിട്ടല്ലാതെ അങ്ങനെ ഒരു വസ്തുവിന്റെയും വലത് ഇടത് എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഏത് സംഗതിയുടെയും വലതു ഭാഗം ഇടതു ഭാഗം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു വ്യക്തിയെയോ മറ്റൊരു ഓബ്ജക്റ്റിനെയോ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും. എന്റെ വലതു ഭാഗത്തുള്ള പർവ്വതം, എന്റെ ഇടതു ഭാഗത്തുള്ള അരുവി, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു സംഗതി സാധ്യമാവുന്നത് ഞാൻ എന്ന ഒരു എൻറ്റിറ്റിയെ അവിടെ പരാമർശിക്കപ്പെടുന്നത് കൊണ്ടാണ്. പുഴക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ പർവ്വതത്തിന് സ്വതന്ത്രമായിട്ട് അങ്ങനെ ഇടത് വലത് എന്ന് പറയാവുന്ന ഒരു വശം നമുക്ക് പറയാൻ സാധ്യമല്ല. മറ്റെന്തെങ്കിലും ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അള്ളാഹു പറയുന്നു വനാദീനാഹു മിൻ ജാനിബി തൂരിൽ അയ്മൻ, തൂർ പർവ്വതത്തിന്റെ വലതു ഭാഗത്ത് നിന്നായിട്ട് നാം അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ തൂർ പർവ്വതം കഴിഞ്ഞാൽ പരാമർശിക്കപ്പെടുന്നത് മൂസ അലൈഹി ഇസ്ലാമാണ്. വേറെ ഒന്നും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം ഒരു പ്രത്യേക ഘട്ടത്തില് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന തൂർ പർവ്വതത്തിന്റെ ഭാഗം, തൂർ പർവ്വതത്തിന്റെ കിഴക്ക് വശമാണത് എന്നാണ് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് തന്റെ അനുയായികളെയുമായിട്ട് പുറപ്പെട്ട് സിനായി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആ സന്ദർഭത്തില് അദ്ദേഹത്തിന്റെ വലതുഭാഗത്തായുള്ള തൂർ പർവ്വതത്തിന്റെ ആ ദിശ, അത് തൂർ പർവ്വതത്തിന്റെ കിഴക്ക് ഭാഗമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിനെ തട്ടിച്ചുകൊണ്ടാണ് ഇവിടെ തൂർ പർവ്വതത്തിന്റെ വലതുഭാഗം എന്ന് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നാം തൂർ പർവ്വതത്തിന്റെ വലതുവശത്ത് നിന്ന് മൂസ അലൈഹി ഇസ്ലാമിനെ വിളിക്കുകയുണ്ടായി. വഖറബ്നാഹു നജിയ്യ, വഖറബ്നാഹു, നാം അദ്ദേഹത്തെ അടുപ്പിച്ചു കൂട്ടി, ഖരീബാക്കി, അദ്ദേഹത്തെ നാം നമ്മോട് വളരെ സമീപസ്ഥനാക്കി മാറ്റി. നജിയ്യ എന്നാണ് തുടർന്ന് പറയുന്നത്. നജുവ എന്ന് പറഞ്ഞാൽ രഹസ്യ സംഭാഷണം എന്നാണ്. രഹസ്യ സംഭാഷണം നടത്തുന്ന വിധത്തിൽ നാം അദ്ദേഹത്തെ, നജിയ എന്നതൊരു അറബി വ്യാകരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹാലാണ്.
ഇവിടെ അദ്ദേഹത്തെ നാം ചേർത്തു പിടിച്ചു. ഏതു വിധത്തിലാണ്? നജിയ, ഒരു സ്വകാര്യ സംഭാഷണത്തിലേക്കായിട്ട്, ഒരു രഹസ്യ സംഭാഷണം നടത്തുന്ന വിധത്തിലായി നാം അദ്ദേഹത്തെ അടുപ്പിച്ചു നിർത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയാൻ സാധിച്ച, മനസ്സിലാക്കാൻ സാധിച്ച ഒരു സന്ദർഭം. തൂർ സൈനാ പർവ്വതത്തിന്റെ മുകളിൽ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു സംഭവം വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല ഈ ഭൗതിക ലോകത്ത് വെച്ച് എന്ന് തന്നെയാണ് അവിടെ വ്യക്തമാക്കപ്പെടുന്നത്. എങ്കിലും നീ ആ പർവ്വതത്തിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കൂ, ആ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും എന്ന് അള്ളാഹു പറയുകയാണ്. പർവ്വതം ഉറച്ചു നിൽക്കുകയല്ല, പൊട്ടിപ്പിളർന്ന് തകർന്നു വീഴുകയാണ് യഥാർത്ഥത്തിൽ. അള്ളാഹുവിന്റെ ജലാൽ, അള്ളാഹുവിന്റെ ആ ഘനപ്പെട്ട ആ വ്യക്തിത്വം, അതിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതോടുകൂടി തന്നെ പർവ്വതം തകർന്നു വീഴുന്ന, പൊട്ടിപ്പിളർന്നു വീഴുന്ന ഒരു അനുഭവമാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ മനോഘടന കൊണ്ടോ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അനുഭവമല്ല അത് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ആ പർവ്വതങ്ങൾ തകർന്നു വീഴുന്ന ആ സന്ദർഭത്തിൽ മൂസ അലൈഹി ഇസ്ലാം ബോധം നഷ്ടപ്പെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ മനുഷ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ഭൗതിക ലോകത്ത് അനുഭവിച്ചറിയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ആ ദിവ്യ പ്രതിഭാസം ഇവിടെ പ്രവർത്തനക്ഷമമാകുന്നതാണ് നമുക്ക് ഓരോ സംഭവങ്ങളിലുമായിട്ട് കാണാൻ കഴിയുക. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, മഴ വർഷിക്കുന്നതും, ഗ്രീഷ്മം കടന്നു വരുന്നതും, ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങളാണ്. എന്നാൽ അള്ളാഹുവെ തന്നെ കാണുക, കേൾക്കുക, അറിയുക എന്നത് ഈ ഭൗതിക ലോകത്ത് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ വെച്ചുകൊണ്ട് സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ് എന്നതാണ് വസ്തുത. അപ്പോ മിൻ ജാനിബിത്തൂരിൽ അയ്മൻ, അള്ളാഹു തന്റെ ദൗത്യം പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തെ നാം വിളിക്കുകയുണ്ടായി തൂർ പർവ്വതത്തിന്റെ വലത് വശത്ത് നിന്നായിട്ട്. വഖറബ്നാഹു നജിയ്യ, ഒരു സംസാരം നടത്തുന്ന വിധത്തിൽ, രഹസ്യ ഭാഷണം നടത്തുന്ന വിധത്തിൽ അദ്ദേഹത്തെ നാം അടുപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ മൂസ അലൈഹി ഇസ്ലാം കാണുന്നില്ല, അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. വവഹബ്നാ ലഹു മിർ റഹ്മത്തിനാ അഖാഹു ഹാറൂന നബിയ്യ, നമ്മുടെ കാരുണ്യത്താൽ നാം അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെ നബിയായി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് തുടർന്ന് ഇവിടെ പറയുന്നത്. ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ഭൗതിക ദൗത്യങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദൗത്യം നിർവഹിച്ച ആളാണ് മൂസ അലൈഹിസ്സലാം. ഫറോവ എന്ന ലോക കിങ്കരനെ നേരിട്ട് പോയി അഭിസംബോധന ചെയ്ത് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുക എന്നത് അത്രയും വെല്ലുവിളികൾ നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ഒരു കാര്യം തന്നെ. അത് തനിച്ച് നിർവഹിക്കാൻ ഭയാശങ്കകൾ കാരണമായിട്ട് അധൈര്യം കാണിച്ച മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്റെ ഇക്കാക്ക ഹാറൂൻ അലൈഹിസ്സലാമിനെ കൂടി എന്റെ കൂടെ ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞയക്കണം എന്നാണ്. ഹാറൂൻ അലൈഹിസ്സലാം സംസാര വൈഭവമുള്ള ആളാണ്. മൂസ അലൈഹിസ്സലാമിന് സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള വിക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ മൂസ അലൈഹിസ്സലാം തന്റെ ദൗത്യം നിർവഹിക്കാൻ ഒരു കൂട്ടായിട്ട് ഹാറൂൻ അലൈഹിസ്സലാമിനെ കൂടി ഈ പ്രവാചകത്വത്തിൽ പങ്ക് നൽകിക്കൊണ്ട് ചുമതലപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ഹാറൂൻ അലൈഹിസ്സലാമിനെ
നബിയായിട്ട് നിശ്ചയിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുമ്പോൾ റസൂല് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. നബിയായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടുപേരുടെ കൂട്ടത്തില് ദൗത്യം മുഖ്യമായിട്ടും ഉണ്ടായിരുന്നത് മൂസ അലൈഹി ഇസ്ലാമിനാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു സഹായി എന്നുള്ള നിലക്കാണ് ഇവിടെ ഹാറൂൻ അലൈഹി ഇസ്ലാം എന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ നിയമിക്കപ്പെടുന്നത്. അപ്പോ വഹബ്നാ ലഹു, അദ്ദേഹത്തിന് നാം നിശ്ചയിച്ചു കൊടുത്തു, നൽകി, മിർ റഹ്മത്തിന, നമ്മുടെ കാരുണ്യം എന്നുള്ള നിലക്ക്, അഖാഹു, അദ്ദേഹത്തിന്റെ സഹോദരനെ, ഹാറൂന നബിയ, ഹാറൂനെ നബിയായിട്ട് നാം നിശ്ചയിച്ചു കൊടുത്തു. നമ്മുടെ കാരുണ്യമായിരുന്നു അത്. മൂസ ആവശ്യപ്പെട്ടതാണ്. നാം അത് നൽകുന്നത് അദ്ദേഹത്തിനോട് കരുണ കാണിക്കുക, ഒരല്പം ഹൃദയവായ്പ് കാണിക്കുക എന്നുള്ള നിലക്കാണ്. ചെറിയൊരു കാര്യമൊന്നുമല്ലല്ലോ ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ പേടിയും വെപ്രാളവും അധൈര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ധൈര്യം പകരാൻ വേണ്ടി കൂടെ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും കൂടി പ്രവാചകനായി നിശ്ചയിച്ചുകൊണ്ട് അയക്കുകയാണ് ഉണ്ടായത് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ മൂസ അലൈഹി ഇസ്ലാം ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നത് പോലും. അപ്പോ മൂസ അലൈഹി ഇസ്ലാം നബി ആണ് എന്നതിനോടൊപ്പം അദ്ദേഹം റസൂലും കൂടിയായിരുന്നു. ഹാറൂൻ അലൈഹി ഇസ്ലാം ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഒരു നബി മാത്രമായിട്ടാണ്. അപ്പോ ആ ഒരു വ്യത്യാസം നമ്മൾ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മക്കയിലെ ഈ വിശിഷ്ടമായ സാഹചര്യത്തില്, സന്ദർഭത്തില്, ചരിത്രത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ, ഇപ്പോഴുള്ള മക്കയിലെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കാളൊക്കെ ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധികൾ നേരിട്ട ഒരു സമൂഹം പൗരാണിക ഈജിപ്തില് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ബനു ഇസ്രായേൽ സമൂഹം. ആ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായിട്ടാണ് ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ പിന്തുണയോടുകൂടി മൂസ അലൈഹി ഇസ്ലാം രംഗത്ത് വരുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രപരമായ അനുഭവ പാഠങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഇപ്പോ ഹിജ്റ നിർവഹിക്കേണ്ടി വന്നിട്ടുള്ള മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതും അതിൽ നിന്ന് വായിച്ചെടുക്കാനും പഠിക്കാനുമുണ്ട് എന്നതാണ് ഇവിടെ പരോക്ഷമായി സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അതിനു വേണ്ടിയാണ് ഈ ദൈവിക വേദഗ്രന്ഥത്തില് മൂസ അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 51 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് സൂറത്ത് മറിയമിലെ 51 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായിട്ടുള്ളത്. ഇത് പല പ്രവാചകന്മാരെയും തുടർന്നും ഇതുപോലെ പരാമർശിക്കുന്നുണ്ട്. ഇത് ആ സന്ദർഭത്തില് ആളുകൾക്ക് അവരുടെ തിക്താനുഭവങ്ങള്, അവര് നേരിട്ട ജീവിത സാഹചര്യങ്ങള്, അവര് മറികടന്ന പ്രതിസന്ധികള് ഒക്കെ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏറ്റവും വിശിഷ്ടമായ നാളുകളിലാണുള്ളത്. റമളാന്റെ അവസാനത്തെ 10 ഏറ്റവും പ്രതിഫലാർഹമായ വിധത്തില് അള്ളാഹുവുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ അവസരം ഉപയോഗപ്പെടുത്തേണ്ട നാളുകളാണ്. ഇവിടെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, വഖറബ്നാഹു നജിയ്യ എന്നൊക്കെ. നമുക്ക് വലിയ പ്രചോദനമാവേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിനോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് അടുപ്പം കാണിച്ചുകൊണ്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ അങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അള്ളാഹുവിനോട് ഹൃദയത്തോടുള്ള അടുപ്പം കാണിച്ചുകൊണ്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളാൽ വളരെ അനിവാര്യമായ ഒരു അവസ്ഥയിലായിരുന്ന ഒരു വ്യക്തിയാണ് മൂസ അലൈഹി ഇസ്ലാം.
അങ്ങനെ ചങ്കിടിപ്പോടുകൂടെയും കൈകാലുകൾ വിറയ്ക്കുന്ന അവസ്ഥയിലുമൊക്കെ ആയിരുന്നു മൂസ അലൈഹിസ്സലാം ഫിറഔന്റെ ധാർഷ്ട്യം നിറഞ്ഞ സ്വേച്ഛാധിപത്യത്തിന്റെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരിടാനും അഭിമുഖീകരിക്കാനും ഒക്കെ രംഗത്ത് വരികയുണ്ടായത്. സമാനതകള് ചരിത്രത്തിൽ വളരെ കുറവ് മാത്രമുള്ള ഒരു ഫാഷിസ്റ്റ് ജീവിത സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി അതിന്റെ ഇരകളായിക്കൊണ്ട് മാറുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. തടവറകള് നിരപരാധികളെ കുത്തി നിറച്ച് വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ദിനേന മുറവിളികളും ആർപ്പുവിളികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ആർപ്പുവിളികൾ, അവരേറ്റുവാങ്ങേണ്ടി വരുന്ന അനീതിയുടെ ഏറ്റവും കഠോരമായ ആ അനുഭവം, ഇതൊക്കെ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാഷിസത്തിന്റെ ആ തൃശൂല മുനയിൽ കോർത്ത് മരണത്തോട് മല്ലടിക്കേണ്ടി വരുന്ന തരം ആളുകള് നമ്മുടെ കൺമുന്നില് ദിനേന പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും അള്ളാഹുവിൽ വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ നടത്തുവാനും അവന്റെ മുന്നിൽ സുജൂദിൽ വീണുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ, ഈ സമുദായത്തിന്റെ കാര്യങ്ങള്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം, വ്യക്തി എന്നൊക്കെയുള്ള നിലക്കുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാൻ ഏറ്റവും യോജിച്ച ഒരു സുവർണ അവസരമായിട്ടാണ് ഈ റമദാന്റെ അവസാനത്തെ 10 നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഏറ്റവും ഏറെ പ്രയോജനം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച, തൗഫീഖ് ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ സ്വാലിഹായ അമാലുകൾ അല്ലാഹു സ്വീകരിക്കുകയും നമ്മുടെ ഇഖ്ലാസോട് കൂടിയുള്ള പ്രാർത്ഥനകളെ അവൻ സ്വീകരിച്ച് അതിന് ജവാബ് നൽകുകയും ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.